എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെന്റ് കോഴ്സിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഞാൻ മീര രമേശ്. 8ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റർ 1ന്റെ പാർട്ട് 2 ക്ലാസ് ആണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ഡാറ്റ കളക്ഷൻ, സാമ്പിളിംഗ്, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഫൈനലി ദ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഡാറ്റ കളക്ഷൻ. എന്താണ് ഡാറ്റ കളക്ഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. വാട്ട് ഈസ് എ ഡാറ്റ? ഡാറ്റ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സബ്ജക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെ റെസ്പെക്ട് ചെയ്യുന്ന എ സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റാസ് എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് റോ അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ദാറ്റ് നീഡ്സ് ടു ബി പ്രോസസ്ഡ്. ഡാറ്റ എന്ന് പറയുന്നത് റോ ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഡാറ്റനെ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. When data is processed, organized, structured or presented in a given context so as to make it useful is called information. അതായത് നമ്മൾക്ക് ലഭിച്ച ഡാറ്റയെ പ്രോപ്പർ ആയിട്ട് പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. മെയിൻ ഫോംസ് ഓഫ് ഡാറ്റ അവൈലബിൾ ആർ ഏതൊക്കെയാണ്? പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ക്രോസ് സെക്ഷണൽ ഡാറ്റ, കാറ്റഗറിക്കൽ ഡാറ്റ, ടൈം സീരീസ് ഡാറ്റ, സ്പേഷ്യൽ ഡാറ്റ ആൻഡ് ഓർഡേർഡ് ഡാറ്റ. എക്സാം വ്യൂ പോയിന്റിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയാണ്. മെയിൻ ടൈപ്സ് ഓഫ് ഡാറ്റ എന്ന് ചോദിച്ചാലും ഓർ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് ചോദിച്ചാലും നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയുമാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഡാറ്റ. Primary data is an original and unique data which directly collected by the researcher from a source according to his requirements. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള യുണീക്ക് ഡാറ്റയാണ്. റിസർച്ചറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് പോയിട്ട് ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. It is the data collected by the investigator himself or herself for a specific purpose. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റർ തനിയെ പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഡാറ്റ. Secondary data means data which already has been collected for a certain purpose and documented somewhere else. അതായത് ഓൾറെഡി കളക്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാഗസീൻ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് വർക്ക്, ഇതെല്ലാം സെക്കൻഡറി ഡാറ്റയാണ്. അതായത് നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ലിറ്ററേച്ചർ സർവേയുടെ സമയത്ത് നമ്മൾ ഒരുപാട് പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ ചെയ്ത പ്രീവിയസ് ആയിട്ടുള്ള റിസർച്ച് വർക്ക് എല്ലാം വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജേർണൽസ് വായിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ആ ഒരു പ്രൊജക്ടിന്റെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റയാണ്. ഇനി നമുക്ക് പ്രൈമറി ഡാറ്റയുടെയും സെക്കൻഡറി ഡാറ്റയുടെയും മേജർ സോഴ്സസ് ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രൈമറി ഡാറ്റയുടെ മെയിൻ ഒരു സോഴ്സ് ആയിട്ട് പറയുന്നതാണ് സർവേ. സർവേക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെ സെൻസസ് എടുക്കാൻ ആൾക്കാർ വരാറുണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സർവേ. സർവേ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. പേഴ്സണൽ സർവേ, ടെലിഫോണിക് സർവേ ഓർ മെയിൽ സർവേ. പേഴ്സണൽ സർവേയിലാണെങ്കിൽ ഡയറക്ട്ലി ആൾക്കാർ പോയിട്ട് സർവേ നടത്തി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും. ടെലിഫോണിക് സർവേയിലാണെങ്കിൽ എന്താണ്? സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഫോണിക് ഇന്റർവ്യൂ വഴി ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള ഉത്തരങ്ങൾ കളക്ട് ചെയ്യും. ദെൻ മെയിൽ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമെയിൽസ് ഉപയോഗിച്ച് സർവേ നടത്തുന്നതാണ് മെയിൽ സർവേ. ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ കാര്യത്തെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിരീക്ഷിച്ച് അതിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഒബ്സർവേഷൻ.
ഒബ്സർവേഷൻ രണ്ട് രീതിയിലുണ്ട്, പേഴ്സണൽ ഒബ്സർവേഷൻ ഓർ മെക്കാനിക്കൽ ഒബ്സർവേഷൻ. കൂടാതെ നമുക്ക് എക്സ്പെരിമെന്റൽ സോഴ്സസ് വഴിയും പ്രൈമറി ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ലബോറട്ടറി എക്സ്പെരിമെന്റ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ലബോറട്ടറിയിൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് നടത്തി അതിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലബോറട്ടറി എക്സ്പെരിമെന്റ്. ദെൻ ഫീൽഡ് എക്സ്പെരിമെന്റ്. ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡിൽ ഡയറക്ട്ലി പോയിട്ട് എക്സ്പെരിമെന്റ്സ് എല്ലാം നടത്തി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ദെൻ നമുക്ക് ഇനി സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ ഏതെല്ലാമാണെന്ന് നോക്കാം. അപ്പൊ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഡാറ്റയുടെ മെയിൻ സോഴ്സസ് ആണ് ലൈബ്രറി. ലൈബ്രറിയിൽ ധാരാളം ബുക്സ് ഉണ്ട്, ജേർണൽസ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ദെൻ ഇതുവഴി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കും. ദെൻ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന വേരിയസ് റിപ്പോർട്ട്സ്, ബിൽസ്, ഇതിൽ വഴി നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ലഭിക്കും. ദെൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡഡ് ബൈ ട്രേഡ്, പ്രൊഫഷണൽ ആൻഡ് ബിസിനസ്, പ്രൈവറ്റ് ബിസിനസ് ഫേംസ് എക്സെട്ര. ദെൻ അഡ്വർടൈസിംഗ് മീഡിയാസ് വഴിയും നമുക്ക് ധാരാളം സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ ലഭിക്കും. ദെൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ഓർഗനൈസേഷൻസ്. യൂണിവേഴ്സിറ്റി റിസർച്ച് ഓർഗനൈസേഷൻസിൽ നിന്നെല്ലാം നമുക്ക് പാസ്റ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് വർക്കുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. സോ ഇത്രയും സോഴ്സസ് ആണ് മെയിൻ ആയിട്ടും സെക്കൻഡറി ഡാറ്റ സോഴ്സസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് സാംപ്ലിംഗ്. Sampling is a technique of selecting individual members or a subset of the population to make statistical inferences from them and estimate characteristics of the whole population. സാംപ്ലിംഗ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡിൽ എൻറ്റയർ യൂണിവേഴ്സൽ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ യൂണിറ്റ്സ് സെലക്ട് ചെയ്ത് അതിനെ പറ്റി പഠിക്കുന്നതാണ് സാംപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാംപ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് വിച്ച് ഹെൽപ്സ് ടു നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ. എങ്ങനെയാണ്? ബൈ എക്സാമിൻ ഒൺലി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രം അനലൈസ് ചെയ്തിട്ട് എൻറ്റയർ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കുന്ന ഒരു ടെക്നിക്കാണ് സാംപ്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ച് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് എൻറ്റയർ പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പോപ്പുലേഷനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന കുറച്ച് സബ് യൂണിറ്റ്സ് എല്ലാം സെലക്ട് ചെയ്ത് അതിനെ പറ്റി പഠിക്കുന്നു. അതാണ് സാമ്പിളിംഗ്. There are mainly two types of sampling. They are probability sampling and non-probability sampling. First one is probability sampling. Probability sampling is a sampling technique where a researcher sets a selection of few criteria and chooses a member of the population randomly. അതായത് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ എന്താണ്, റിസർച്ചർ പ്രീഡിറ്റർമൈൻഡ് ആയിട്ട് കുറച്ച് സിലക്ഷൻ ക്രൈറ്റീരിയ എല്ലാം ഫിക്സ് ചെയ്തിട്ട് റാൻഡം ആയിട്ട് പോപ്പുലേഷനിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് പോപ്പുലേഷനിലെ യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ആ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റ്സിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് ദ സാമ്പിൾ വിത്ത് ദിസ് സിലക്ഷൻ പാരാമീറ്റർ. Then the second one is non-probability sampling. ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ എന്താണ്, റിസർച്ചർ റാൻഡം ആയിട്ടല്ല സാമ്പിൾസിനെ സിലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റ്സും ഈക്വൽ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഇല്ല. ദിസ് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് നോട്ട് എ ഫിക്സഡ് ഓർ പ്രീഡിഫൈൻഡ് സെലക്ഷൻ പ്രോസസ്. നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ കണ്ട പോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ല. ദിസ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഓൾ എലമെന്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ ടു ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ സാമ്പിൾ. ഇനി നമുക്ക് മേജർ സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. സാമ്പിളിംഗ് രണ്ട് തരത്തിലാണുള്ളത്, പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും. പ്രോബബിലിറ്റി സാമ്പിളിംഗിലെ മേജർ ടെക്നിക്സ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്,
ഏരിയ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലെ മേജർ ടെക്നിക്സ് ആണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, കൺവീനിയന്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, പാനൽ സാമ്പിളിംഗ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ്. നമുക്കിവയെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലാരിഫൈ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ ഒന്നുമില്ല, ഒരു പോപ്പുലേഷനിലുള്ള എലമെന്റ്സിനെ റാൻഡം ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനിലുള്ള എല്ലാ എലമെന്റ്സും സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബൗളിൽ നിറച്ച് നമ്മൾ സ്വീറ്റ്സ് ഇട്ട് വെക്കുകയാണെന്ന് ഓർക്കുക. അതിൽ നിന്ന് റാൻഡം ആയിട്ട് നമ്മൾ 1-2 എണ്ണം പിക്കപ്പ് ചെയ്തെടുക്കുകയാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ദെൻ സെക്കൻഡ് വൺ ഈസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഈ ഒരു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ സാമ്പിൾസിനെയും സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇമേജിൽ നോക്കിയാൽ മനസ്സിലാകും, ആ സാമ്പിൾസിൽ നിന്നും എന്താണ് എല്ലാ 2 പേര് കഴിഞ്ഞിട്ടും ഒരാളെ വെച്ച് സെലക്ട് ചെയ്യുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സോ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് റാൻഡംലി സെലക്ടിങ് എ സാമ്പിൾ ഫ്രം ദ ലിസ്റ്റ്. സോ ഇതിനു വേണ്ടിയിട്ട് എന്താണ്, ആ ഒരു സാമ്പിളിങ്ങിലുള്ള എല്ലാ എലമെന്റ്സിനെയും റെഗുലർ ആയിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ തേർഡ് വൺ ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ പോപ്പുലേഷനെ ഹോമോജീനിയസ് ആയിട്ടുള്ള സെപ്പറേറ്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു ഇമേജ് നോക്കിയാൽ മനസ്സിലാകും, ബ്ലൂ കളർ എല്ലാം ഒരു യൂണിറ്റ്, ദെൻ ലൈറ്റ് ബ്ലൂ കളർ എല്ലാം ഒരു യൂണിറ്റ്. ഞാനിങ്ങനെ കളർ വെച്ച് പറയുകയല്ല, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അതായത് എന്താണ്, ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിനെ എല്ലാം നമ്മൾ ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ സ്ട്രാറ്റാസിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. അതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനോട് സിമിലർ ആണ്, പക്ഷെ ഇവിടെ നമ്മൾ പല ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതും ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലല്ല, പല ഹെട്രോജീനിയസ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ് ഓരോ ക്ലസ്റ്റേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓർക്കുക, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗിൽ നമ്മൾ ഹോമോജീനിയസ് ആയിട്ടുള്ള സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതും ഹോമോജീനിറ്റിയുടെ ബേസിലല്ല, ഹെട്രോജീനിയസ് ആയിട്ട് ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും എന്താണ് 1-2 ക്ലസ്റ്ററിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഈ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഓഫ് സാമ്പിളിംഗിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൾ ഇന്ത്യ ബേസിസിൽ നമ്മൾ ഒരു റിസർച്ച് നടത്തുകയാണ്. അപ്പം എല്ലാ സ്റ്റേറ്റ്സിലും പോയി എല്ലാ സ്റ്റേറ്റ്സിലെയും കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ 1-2 അല്ലെങ്കിൽ 3-4 സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുന്നു ഫസ്റ്റ്. എന്നിട്ട് ആ ഒരു സ്റ്റേറ്റ്സിൽ നിന്നും റാൻഡം ആയിട്ട് കുറച്ച് ഡിസ്ട്രിക്ട്സിനെ സെലക്ട് ചെയ്യും. ദെൻ അവിടുന്ന് എന്താണ്, ആ ഡിസ്ട്രിക്ട്സിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് വില്ലേജസിനെ സെലക്ട് ചെയ്യും. ദെൻ അതിനുശേഷം ആ വില്ലേജസിൽ നിന്നുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഹൗസ് ഹോൾഡ്സിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ പല സ്റ്റേജസിൽ റാൻഡം സെലക്ഷൻ നടത്തി ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. നെക്സ്റ്റ് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലെ ഫസ്റ്റ് മെത്തേഡാണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിങ്ങിനെ നമ്മൾ റെഫറൻസ് സാമ്പിളിംഗ് അല്ലെങ്കിൽ റെഫറൽ സാമ്പിളിംഗ് എന്ന് കൂടി പറയാറുണ്ട്. അതായത് samples which require respondents to provide the names of the additional respondents having similar characteristics. ഈ ഒരു ഇമേജ് നോക്കിയാൽ മനസ്സിലാകും, ഫസ്റ്റ് സാമ്പിൾ ആയിട്ടുള്ള റെസ്പോണ്ടന്റ് 2 ആൾക്കാരെ എന്താണ് സജസ്റ്റ് ചെയ്തു. ദെൻ അയാൾ എന്താണ് വീണ്ടും അടുത്ത ആൾക്കാരെ സെലക്ട് ചെയ്തു. ഇങ്ങനെ റെഫറൽ ബേസിൽ റെസ്പോണ്ടൻസ് ലഭിക്കുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ദെൻ സെക്കൻഡ് വൺ ഈസ് കോട്ട സാമ്പിളിംഗ്. ഇൻ കോട്ട സാമ്പിളിംഗ് that sets a specific number of certain types of individual to be interviewed.
കോട്ട സാമ്പിളിങ്ങിൽ നമ്മൾ എന്താണ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ പ്രീസെറ്റ് സ്റ്റാൻഡേർഡ്. ഇൻ ദിസ് കേസ്, as a sample is formed based on a specific attributes, the created sample will have the same qualities found on the total population. Then next is judgment sampling. ഈ ഒരു മെത്തേഡിനെ നമുക്ക് എന്താണ് സാമ്പിളിംഗ് ബൈ ഒപ്പീനിയൻ എന്നുകൂടി പറയാം. ഇവിടെ നിന്ന് വെച്ചാൽ ആ ഒരു റിസർച്ചറിന്റെ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സാമ്പിൾസ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് it requires a personal judgment or an educated guess on the part of the interviewer as to who should represent the population. Then finally the last one is convenient sampling. ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കൺവീനിയൻസ് സാമ്പിളിങ്ങിൽ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഇന്റർവ്യൂവറിന്റെ കൺവീനിയൻസ് അനുസരിച്ചിരിക്കും. ഇൻ കൺവീനിയൻസ് സാമ്പിളിംഗ്, people tend to make selection according to their convenience of collecting data, preferably from the known locations. അതാണ് convenience sampling. Next topic is hypothesis testing. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും അതിന്റെ പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് നമുക്ക് പഠിക്കാം. A hypothesis is an assumption which is tested to be checked whether the inference drawn from a sample data stands true for the entire population or not. ഹൈപ്പോത്തിസിസ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്, നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും. നൾ ഹൈപ്പോത്തിസിസ് പറയുന്നതെന്ന് വെച്ചാൽ there is no significant difference between the assumed and actual value of the parameter, whereas alternative hypothesis അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് H1 ആണ്. It says that there is a significant difference between the assumed and actual value of the parameter. Thus, if we rejected H0 when the alternative hypothesis H1 is accepted. ഇനി നമുക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലെ വേരിയസ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റപ്പ് എ ഹൈപ്പോത്തിസിസ്, അതായത് ഒരു നൾ ഹൈപ്പോത്തിസിസും ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുക. Then second step is set up the suitable significance level, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഏതാണ് സെറ്റ് ചെയ്യുക. യൂഷ്വലി നമ്മൾ സെറ്റ് ചെയ്യുന്ന സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത് 5% ലെവൽ ഓർ 1% ലെവൽ ആണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈനിങ് എ സ്യൂട്ടബിൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് ഏതാന്ന് പ്രീഡിറ്റർമൈൻ ചെയ്യുക. ലൈക്ക് ഇസ് എ ടെസ്റ്റ് ആണോ, ടി ടെസ്റ്റ് ആണോ, കൈ സ്ക്വയർ ടെസ്റ്റ് ആണോ, നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫിക്സ് ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് കമ്പ്യൂട്ടേഷൻസും കാൽക്കുലേഷൻസും എല്ലാം ചെയ്തതിന് ശേഷം ഒരു വാല്യൂ നമുക്ക് ലഭിക്കും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഇത്രയുമാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ മെയിൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേരിയസ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മീൻസ് ഓഫ് ടു സാമ്പിൾസ്. ദെൻ സെക്കൻഡ് ഈസ് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് when it is not known whether the population have the same variance. F-test can also used to check the data conforms to a regression model which is acquired through least square analysis. F-value കണ്ടുപിടിക്കാനുള്ള equation equal to large sample variance divided by smaller sample variance, that is sigma 1 square divided by sigma 2 square. Then next method is chi-square test. A chi-square statistic is a test that measures how a model compares to the actual observed data. The data used in calculating chi-square statistic must be random, raw, mutually exclusive, drawn from a independent variables and drawn from a large enough sample. Chi-square ടെസ്റ്റിന്റെ ഇക്വേഷൻ ആണ് സിഗ്മ O minus C the whole square divided by E. ഇവിടെ എന്താണ് chi-square എന്ന് പറയുന്നതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. O equal to observed frequency and E equal to expected frequency. The last topic in this chapter is correlation and regression. Correlation എന്ന് പറഞ്ഞാൽ എന്താണ്?
കോറിലേഷൻ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ഓർ അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ മെഷർ ചെയ്യുന്നതാണ് കോറിലേഷൻ. റിഗ്രഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ന്യൂമറിക്കലി റിലേറ്റഡ് ടു ദ ഡിപെൻഡന്റ് വേരിയബിൾ. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെയാണ് ഒരു ഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് ന്യൂമറിക്കലി റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് റിഗ്രഷൻ. കോറിലേഷനിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇൻ റിഗ്രഷൻ എന്താണ്? എങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ന്യൂമറിക്കലി റിലേറ്റഡ് ടു ദ ഡിപെൻഡന്റ് വേരിയബിൾ. കോറിലേഷൻ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണുള്ളത്, പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ടു വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. That is the relationship between the price and supply. Then negative correlation. When two variables change in the different direction, it is called a negative correlation. For example, relationship between the price and demand. കോറിലേഷൻ നമുക്ക് മൂന്ന് രീതിയിൽ മെഷർ ചെയ്യാൻ സാധിക്കും. യൂസിങ് സ്കാറ്റർ ഡയഗ്രാം, യൂസിങ് കാൾ-പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആൻഡ് യൂസിങ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ മെത്തേഡ്. ഇതാണ് സ്കാറ്റർ ഡയഗ്രാം. കോറിലേഷൻ ഇങ്ങനെയാണ് സ്കാറ്റർ ഡയഗ്രാംസ് ഉപയോഗിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്താണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരച്ച് അതിൽ നിന്ന് നമ്മൾ കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കോറിലേഷൻ യൂസിങ് സ്കാറ്റർ ഡയഗ്രാം. ദെൻ ദ സെക്കൻഡ് മെത്തേഡ് ഈസ് കാൾ-പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R equal to n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into n sigma y square minus sigma y the whole square. ഇവിടെ sigma xy എന്ന് പറയുന്നത് sum of the multiple of x and y. sigma x square എന്ന് പറയുന്നത് sum of the squares of x. then sigma y square എന്ന് പറയുന്നത് sum of the squares of y. Then next method ആണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചത് ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ ആണ്. ഡെവലപ്ഡ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. The formula for calculating Spearman's rank correlation is 1 minus 6 sigma d square by n cube minus n. ഇത്രയുമാണ് ഓൾ അബൌട്ട് ടുഡേസ് ടോപ്പിക്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ട് ഉള്ളവരോ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവരോ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.